നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തിരുവചനത്തിലൂടെ ദൈവശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. സംഖ്യാപുസ്തകം 14 അധ്യായം 7-8 വാക്യം. ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കുന്നു. 14:7 സംഖ്യ. ഞങ്ങൾ സഞ്ചരിച്ചുറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് കൊണ്ടുചെന്ന് നമുക്കത് തരും. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, അല്ല, ദൈവത്തെ നാം പ്രസാദിക്കുന്നു എങ്കിൽ ആ വ്യക്തിയുടെ മേൽ കടന്നു വരുന്ന അസാധാരണമായ എണ്ണിക്കൂടാത്തവണ്ണമുള്ള ദിവ്യമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ജീവനുള്ള ദൈവമായ യഹോവേ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്ന അദൃശ്യനായ ദൈവം, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം, ഇസ്രായേലിലൂടെ വെളിപ്പെട്ടു വന്ന ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരുവൻ പ്രസാദിപ്പിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന 7 ദിവ്യമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അല്പസമയം കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ ചോദിക്കും, ദൈവദാസനെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ലളിതമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു അപ്പനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മകൻ അപ്പനെ സന്തോഷിപ്പിക്കുക. ആമേൻ. ദൈവത്തെ ദുഃഖിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, ഭാരപ്പെടുത്താതെ, അനിഷ്ടമായത് ചെയ്യാതെ, പറയാതെ, ചെയ്യാതെ, കാണാതെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു വചനം വായിക്കുന്നു. ഗലാത്യർ 1:10 ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ ദാസനായിരിക്കുകയില്ല. അവിടെ പറയുന്നു, ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? അതിൻ്റെ അർത്ഥം പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യനെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, നമ്മുടെ ജീവിതം വളരെ വളരെ സസൂക്ഷ്മം ദൈവവചന പ്രകാരം ജീവിക്കുന്നതിലൂടെയൊക്കെ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ദൈവപ്രസാദത്തിലൂടെ നമ്മുടെ മേൽ കടന്നു വരുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹം നമുക്ക് നോക്കാം. വായിച്ച അതേ കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒന്നാമത്തെ അനുഗ്രഹം, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനസ്സ് വെച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ ഒന്നാമത് വരുന്ന അനുഗ്രഹം വാഗ്ദത്ത നിവൃത്തിയാണ്. ഇവിടെ പറയുന്നു, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് തരും, കൊണ്ടുചെന്ന് തരും. വാഗ്ദത്ത നിവർത്തി. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരുവന് സംഭവിക്കുന്നത് വാഗ്ദത്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുകയും. ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അബ്രഹാമിലൂടെയാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ദേശം തരും, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. അതിങ്ങനെ നിരന്തരമായി ദൈവദാസ ഭക്തന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, മോശയിലൂടെ ഇങ്ങനെ വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുവാനിടയായി. കനാൻ ദേശം, എബ്രായ ലേഖനം 7:6 ഇങ്ങനെ പറയുന്നു, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ഒരു വ്യക്തി അത് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനെത്തണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളൊരു പക്ഷേ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു, മുഴുവൻ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങളും സ്തോത്രാലോചനകളും നിങ്ങൾ പ്രാപിച്ചു. വചനത്തിലൂടെ, വ്യത്യസ്തമായ മേഖലകളിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ഇതുവരെയും വാഗ്ദത്ത നിവർത്തി സംഭവിച്ചിട്ടില്ലെങ്കിൽ
ഇന്ന് ഈ സമയം ഞാൻ പറയുന്നു, ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം നിവർത്തി ഒന്നിനു പിറകെ ഒന്നായി എണ്ണിയാൽ തീരാത്ത ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അതേ, ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റും. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29 പറയുന്നു, ദാവീദ് പറയുന്നു, അടിയനോട് ദൈവത്തിന് പ്രസാദം തോന്നി, നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അടിയനോട് പ്രസാദം തോന്നി, അടിയനെ അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു വിടുതൽ എന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന് ആ വ്യക്തിയോട് പ്രസാദം തോന്നി ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. പ്രസാദം തോന്നി എന്നെ അനുഗ്രഹിക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുന്നു, പ്രസാദം തോന്നി അടിയനെ അനുഗ്രഹിക്കണമേ. അതിന് അർത്ഥം, ദൈവത്തിന് ഒരുവനിൽ പ്രസാദിച്ചാൽ, ദൈവപ്രസാദം ഒരുവന്റെ മേൽ വന്നാൽ ദൈവം അവനെ അനുഗ്രഹിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഉണ്ടാകുന്ന സമ്പൂർണമായ ഒരു വിടുതലാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ശാപത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സമ്പൂർണമായിരിക്കുന്ന സന്തോഷത്തെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ശാപമില്ല, കണ്ണുനീരും ദുഃഖങ്ങളും ക്ലേശങ്ങളും കെടുതികളും വെല്ലുവിളികളും ഇരുട്ടും അന്ധതയും ഇല്ലാത്ത വളരെ സന്തോഷപൂർണമായിരിക്കുന്ന ഒരു ജീവിതമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രാപിച്ചെടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന്റെ ലക്ഷണം വർധനവാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. മറ്റൊടുത്ത് പറഞ്ഞ്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. യേശു പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വിശാലത വരുത്തണമേ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു വർധനവ് തന്ന് പേര് വലുതാക്കി വിശാലത വരുത്തി ദേശത്തിൽ ദൈവത്താൽ നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ രണ്ടാമത് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. മൂന്നാമത്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ കടന്നു വരുന്ന അനുഗ്രഹം എന്താണ്? പ്രസാദത്താൽ ലഭിക്കുന്ന അനുഗ്രഹം 3, അത് രോഗശാന്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്ത് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് സകലതും പ്രമാണം ചെയ്താൽ ഞാൻ മിശ്രയീമിൽക്ക് വരുത്തിയ ഒരു വ്യാധി നിനക്ക് വരുത്തുകയില്ല. അടുത്ത് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. മാറ്റമില്ലാത്ത വചനം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അവന് പ്രസാദമായത് ചെയ്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. വനമേ, മാറ്റമില്ലാത്ത വചനം ഉറപ്പായി നിന്നോട് പറയുന്നു, നീ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് രോഗശാന്തി വരും. നീ എത്ര വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, നിന്റെ രോഗമാർക്കും പരിഹരിക്കുവാൻ കഴിവില്ലാത്ത മരണകരമായ അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ രോഗങ്ങൾ മാറിപ്പോകും. പുറപ്പാട് 23-25 പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്നും അകറ്റിക്കളയും. 103-ാം സങ്കീർത്തനം 1 മുതൽ പറയുന്നു, ഞാൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇരമ്യ 33:6 പറയുന്നു, ഞാൻ നിനക്ക് രോഗശാന്തി ആരോഗ്യം വരുത്തി. നിനക്ക് സത്യത്തിന്റെ സമാധാനത്തിന്റെ സമൃദ്ധി വരുത്തി. നിന്നെ അനുഗ്രഹിക്കുന്നവിടെ പറയുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നീ എത്ര വലിയ രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തീരുമാനമെടുത്തവന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് ദൈവവഴിയിലൂടെ കടന്നുപോയാൽ തീർച്ചയായും നിന്നെ മൂടിയിരിക്കുന്ന രോഗം എത്ര വലുതായിരുന്നാലും, ഡോക്ടർമാർ കൈവിടപ്പെട്ട രോഗമായിരുന്നാലും, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത രോഗമായിരുന്നാലും, നീ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ രോഗശാന്തി നൽകി എൻ്റെ ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നാലാമത്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ കടന്നു വരുന്ന ദൈവിക അനുഗ്രഹം എന്താണ്? 41-ാം സങ്കീർത്തനം 10 പറയുന്നു, എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒന്നുകൂടി പറയുന്നു, 41-10, എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് നിനക്കെന്നിൽ പ്രസാദകരമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാലാമത്തെ അനുഗ്രഹം, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ശത്രു ഒരിക്കലും നിന്നിൽ ജയം കൊള്ളില്ല
എന്താണ് ശത്രു? ശത്രു എന്ന് പറയുമ്പോൾ ചിലർക്ക് വല്ലാത്ത ആവലാതിയാണ്, വല്ലാത്ത വെപ്രാളമാണ്, വല്ലാത്ത ഒരു 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 ഭാരമാണ്. എന്താ ശത്രു എന്ന് പറയുന്നത്? ഈ ലോകപ്രകാരമുള്ള ജഡരക്തങ്ങളല്ല, അയൽവാസികളല്ല, മനുഷ്യരല്ല, പിന്നെയോ ഇരുട്ടിൻ്റെ ശക്തി, അന്ധകാര ശക്തിയാണ് ശത്രു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. മനുഷ്യനെ വല്ലാത്ത അനുഭവത്തിൽ കലളിവിടുന്ന സ്തോത്രം, മനുഷ്യനെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളെയാറ്റി നിത്യനരകത്തിൽ കൊണ്ടെത്തിക്കുന്ന, ആത്മഹത്യയും പ്രേരിപ്പിക്കുന്ന, തങ്ങളിലടിപ്പിക്കുന്ന, കലഹങ്ങൾ സൃഷ്ടിക്കുന്ന, നന്മകളെയും അനുഗ്രഹങ്ങളെ ചോർത്തിക്കളയുന്ന, ജീവിതത്തെ ഒന്നുമല്ലാതെ ചണ്ടിക്കൂമ്പാരമായി മാറ്റുന്ന ഒരു അദൃശ്യമായിരിക്കുന്ന ശക്തിയാണ് ശത്രു എന്ന് പറയുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും ശത്രുവിൻ്റെ വല്ലാത്ത ഒരു പ്രസരണം കാണുവാൻ കഴിയുന്നു. പത്രവാർത്തകൾ വായിച്ചാലും എവിടെ നോക്കിയാലും ശത്രുവിൻ്റെ വല്ലാത്ത പോരുകളെ കൊണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടി വല്ലാത്ത ദുരന്തത്തിലൂടെ ലോകം കടന്നു പോകുന്നതിന്റെ പിന്നിൽ ഈ ശത്രുവായ സാത്താന്റെ വല്ലാത്ത സ്തോത്രം വല്ലാത്ത അനുഭവങ്ങളാണ്. എന്നാൽ വചനവിടെ പറയുന്നു, നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ശത്രു ജയിക്കില്ല, അവൻ തോറ്റു പരാജയപ്പെട്ടു പോകും. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ എല്ലാ തോൽവിയും പരാജയപ്പെട്ട് സ്തോത്രം തോൽവികളും ജയമായി മാറി ശത്രു നിന്റെ മേൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തീരണം. അഞ്ചാമതായി ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ വരുന്ന ദിവ്യമായ അനുഗ്രഹങ്ങൾ. 1 യോഹന്നാൻ 3:22 അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അഞ്ചാമത് ഒന്നുകൂടി വാക്യം വായിക്കുന്നു, 1 യോഹന്നാൻ 3:22 അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അതിന്റെ അർത്ഥം നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നീ നയിച്ചാൽ, ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പലവിധമായ പ്രശ്നങ്ങളിലൂടെ, വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും. ഒരുപക്ഷെ ഇന്നലെ അവർ ഒരുപാട് പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഉപവസിച്ചു, നിലവിളിച്ചു നോക്കുന്നു, വേണ്ട വിധത്തിൽ മറുപടിയില്ലാതെ വല്ലാത്ത പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ജീവിതത്തെ കണ്ടുപിടിച്ചൊന്നുകൂടെ ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്ക രീതിയിൽ ജീവിതത്തെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ തരും. വിശുദ്ധ ബൈബിളിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരുപാട് ഭക്തന്മാരെ കാണുന്നു. അവരെല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നു. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ വന്ന് ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചതേയുള്ളൂ. സ്തോത്രം, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസർ പുറത്തേക്ക് വരുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ, ദൈവത്തെ നീ പ്രസാദിപ്പിച്ചാൽ, നിന്റെ ചെറിയൊരു പ്രാർത്ഥനയായിരുന്നാലും അത് മറുപടി തരുവാൻ ദൈവം സർവശക്തനാണ്. ആകയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ. ആറാമത് എന്താണ് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ കടന്നു വരുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 38:3 ഇപ്രകാരം പറയുന്നു. അവിടെ ഒരു സംഭവം, യെഹെസ്കേൽ എന്ന് പറയുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു. യഹൂദയുടെ 9ാമത്തെ രാജാവായിരുന്നു. അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗം ബാധിക്കുവാനിടയായി. യെശയ്യാവ് എന്ന് പറയുന്ന ആമോസിന്റെ മകൻ യെശയ്യാവ് തന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു, രാജാവേ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ഗൃഹകാര്യമെല്ലാം ക്രമീകരിക്കുവാൻ പറഞ്ഞു. ഉടനെ അവൻ എന്ത് ചെയ്തു? ചുവരിന് നേരെ മുഖം തിരിച്ചു ഇങ്ങനെ പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഇത് പറഞ്ഞതും യെശയ്യാവിനടുത്ത് ദൂതുണ്ടായി. നീ ചെന്ന് പറയണം, ദൈവം പറയുന്നു, അവനോട് പറയും, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ രോഗത്തിന് ശമനമുണ്ടായി, ഞാൻ നിനക്ക് ദീർഘായുസ് തരും. നിന്റെ പട്ടണങ്ങൾ, രാജ്യം ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആറാമത്തെ അനുഗ്രഹം, പ്രിയരെ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും.
ദീർഘായുസ്സുണ്ടാകും. ഒന്നുകൂടി പറയുന്നു, യെഹെസ്കേൽ മരിക്കത്തക്ക രോഗം കടന്നു വന്ന് മരിച്ചു പോകുമെന്ന് വിധി എഴുതിയപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച കാര്യം ഓർപ്പിച്ചതേയുള്ളൂ. ദൈവന് ദീർഘായുസ് കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പലവിധമായ പ്രതിസന്ധി രോഗങ്ങൾ ദുഃഖങ്ങൾ കടന്നു വന്ന് ശരീരം മുഴുവനും വല്ലാത്ത വികൃതമായി എല്ലും തോലുമായി മാരക രോഗങ്ങൾ പിടിച്ച് മരിക്കുമോ എന്ന് ചെന്ന് മരണം ഭീതി കടന്നു വന്ന് ആയുസില്ലാതെ മരിച്ചു എന്ന് ചിന്തിക്കുന്നു എങ്കിൽ ബൈബിള് പറയുന്നു, ഞാൻ നിനക്ക് ദീർഘായുസോട് തൃപ്തി വരുത്തും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും. നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും. തൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലിരിക്കുമെന്ന ദൈവവചന പ്രകാരം ആയുസ് കൊണ്ട് തൃപ്തി വരുത്തി ദീർഘായുസോട് ഇരിക്കണമെന്ന് നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, മരണഭീതി രോഗങ്ങൾ മാറിപ്പോകണമെങ്കിൽ, ഈ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിച്ചു മുന്നേറുവാൻ നീ തീരുമാനമെടുക്കണം. ദൈവത്തെ ദുഃഖിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് ദൈവസന്നിധി വിട്ട് ഓടി മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് വിട്ടുകളഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തീരുമാനമെടുത്താൽ എൻ്റെ ദൈവം നിനക്ക് ദൈവം ദീർഘായുസ് കൂട്ടിത്തരും. ഏഴാമത്തെ അനുഗ്രഹം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 2:14 അവിടെ എഴുതിയിരിക്കുന്ന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒന്നുകൂടി വായിക്കുന്നു, ലൂക്കോസ് 2:14, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൂതന്മാരിറങ്ങി ആലപിച്ച ആദ്യത്തെ കരോൾ ഗീതമാണ്. കരോൾ ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നീ പ്രസാദിപ്പിച്ചാൽ, ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സമാധാനമെന്ന് പറയുന്നത്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ അവൻ്റെ ജീവിതം കൊണ്ട് എന്താണ് നേട്ടം? നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, നല്ല പേരും പെരുമയുമുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, ആൾ സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്. 10 തലമുറയ്ക്കുള്ളതെല്ലാം നീ വെട്ടിപ്പിടിച്ചു വളഞ്ഞ വഴിയിലൂടെ കുറുക്കു വഴിയിലൂടെയൊക്കെ ഉണ്ടാക്കി, അഥവാ നല്ല വഴിയിലൂടെയൊക്കെ ആയിരിക്കാം നീ ഉണ്ടാക്കി ഒരുപാട് അധ്വാനിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ല എങ്കിൽ ജീവിച്ചതുകൊണ്ട് വല്ല അർത്ഥവുമുണ്ടോ? ഇന്ന് ഈ ശബ്ദം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനം പറയുന്ന, ദൈവത്തെ നീ പ്രസാദിപ്പിച്ചാൽ ദൈവം നിനക്കൊരു സമാധാനം തരും. ഈ ലോകം തരുന്ന സമാധാനമല്ല, മദ്യം തരുന്ന സമാധാനമല്ല, സിനിമ തരുന്ന സമാധാനമല്ല, സീരിയൽ തരുന്ന സമാധാനമല്ല, ഈ ലോകപ്രകാരമുള്ള സമാധാനമല്ല. പിന്നെയോ നിത്യമായ സമാധാനം, മാറ്റമില്ലാത്ത സമാധാനം. ദാവീദ് പറയുന്ന, മഹാസമാധാനം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പലർക്കും സമാധാനമില്ല. മറ്റൊരു വശത്ത് മരണഭീതി, മരണഭയം, സമാധാനമില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മരണഭീതി പോലും മാറ്റി എൻ്റെ ദൈവം നിനക്ക് സമാധാനം തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസം കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തെ സന്തോഷിപ്പിച്ച്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ വണ്ണം വളരെ ശ്രദ്ധയോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം കാഴ്ചവെച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരിൽ വ്യാപരിക്കുന്ന സകല അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിന് മുമ്പിൽ നീ സമർപ്പിച്ചു കൊടുക്കണം. അതേ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ വരുന്ന അനവധിയായ നന്മകൾ. അതിൽ ഒന്ന്, വാഗ്ദത്തം നിവർത്തി. നിന്റെ മേൽ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ പോകുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ അനുഗ്രഹം സമ്പൂർണമായ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. മൂന്നാമതായി, രോഗശാന്തി. നാലാമതായ, ശത്രു നിന്റെ മേൽ ഉയർന്നു നിൽക്കില്ല. അഞ്ചാമതായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ആറാമതായി, ദീർഘായുസ്സോട് നിന്നെ തൃപ്തി വരുത്തും. ഏഴാമതായി, നിത്യമായ സമാധാനം തരും. ആകയാൽ ഈ സമാധാനം അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. കർത്താവിനോട് പറയും, ദൈവമേ, എൻ്റെ ജീവിതം പലപ്പോഴും നിനക്ക് അനിഷ്ടമായതാണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും ഒരുപാട് വചനം കേൾക്കുന്ന, സുവിശേഷം കേട്ടിട്ടും പലപ്പോഴും പിന്മാറി അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ദൈവത്തെ
പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു, നാട്ടുകാരെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ, മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് ജീവിച്ച് ഞാൻ ഇതാ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ ലോകത്തിലുള്ള ആരെയും പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെട്. എൻ്റെ ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദിവ്യ അനുഗ്രഹങ്ങൾ, ഇതുവരെ കടന്നു പോകാത്ത വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ബന്ധങ്ങൾ, പുത്തൻ വഴികൾ, ഉറവകൾ, വാതിലുകൾ തുറന്ന് സ്ഥലപോരാതവണ്ണം നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ സമയം നീ നിന്റെ ഹൃദയം ദൈവത്തിനായി വിട്ടുകൊട്. ഞാൻ നിനക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കുമോ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവം പ്രസാദിക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ കരണമേ. ഇന്ന് കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങളും, വേദനകളും, നിരാശകളും, ടെൻഷനും, ഭീതിയും, ഭയവും എല്ലാം അവരെ വിട്ടുമാറട്ടെ. യഹോവയുടെ ബലമുള്ള കരം തലയിൽ വെച്ചവിടുന്ന് അവരെ ശക്തമായി അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ സമയം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. വിശേഷിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ വരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാം കേട്ടു. എന്നാൽ അടുത്ത എപ്പിസോഡിൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചില വചനങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, അത് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നു. പ്രധാനമായ ഒരു 7 കാര്യങ്ങളെ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാം. അതനുസരിക്കുക. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുക. ദൈവം നമ്മെ സമൃദ്ധമായി വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്റ്റോപ്പ്.